അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് ചൊല്ലാനുള്ള അതിപ്രധാനപ്പെട്ട ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ കൻസു മിൻ കുനൂസിൽ ജന്ന. ഈ ഒരു ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലണം, ജീവിതത്തിൽ ധാരാളം നിങ്ങൾ അധികരിപ്പിക്കണം. കാരണം ഈ ഒരു ദിക്ർ സ്വർഗത്തിലെ നിധിയാണ്. അത്രയും മഹത്വമുള്ള, അത്രയും പോരിശയുള്ള ഒരു ദിക്റാണ് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ 99 രോഗങ്ങൾക്കത് പരിഹാരമാണത്, ശമനമാണ്. ആ രോഗങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന രോഗമായി എണ്ണിയത് ടെൻഷനാണ്. ടെൻഷന് വരെ നീങ്ങിക്കിട്ടും. അതിന് മുകളിലുള്ള മാരക രോഗങ്ങൾ അല്ലാഹു തആല നമുക്ക് സുഖപ്പെടുത്തരാണ്. നമ്മുടെ ശരീരത്തിൽ വല്ല രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവകളെല്ലാം അല്ലാഹു തആല നശിപ്പിച്ചു കളയുകയാണ്. അതേപോലെ തന്നെ 70ഓളം വാതിൽ അല്ലാഹു തആല, പ്രയാസങ്ങളുടെ വാതിൽ അല്ലാഹു അടച്ചു കളയും. ആ 70 പ്രയാസങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന പ്രയാസമായി പറയുന്നത് തങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്റാണ്, ദാരിദ്ര്യമാണ്. അപ്പൊ ദാരിദ്ര്യം വരെ നീങ്ങിക്കിട്ടും. അതിന് മുകളിലുള്ള എന്തെല്ലാം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, അപകടങ്ങൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ദാരിദ്ര്യങ്ങൾ ഒന്നും നമുക്ക് വരികയില്ല. ഇസ്സത്തോടെ ജീവിക്കാൻ ദുനിയാവിൽ പറ്റും, മരണത്തിന് ശേഷവും പറ്റും. ഈ ഒരു ദിക്ർ പതിവാക്കി വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് 100 തവണ ചൊല്ലണം. എല്ലാ ആഴ്ചയിൽ ചൊല്ലിവരുന്ന ഒരു ദിക്റും കൂടിയാണ് ഈ ഒരു ദിക്ർ. അല്ലാഹു തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്തുള്ള ജീവിതം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. لا حول ولا قوة إلا بالله العلي العظيم. 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 لا حول ولا قوة إلا بالله العلي العظيم.
لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم
لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം അല്ലാഹ് തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്കത് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് 11 തവണ വീതം ചൊല്ലണം അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب
وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അള്ളാഹുവെ നീ സ്വീകരിക്കണം റഹ്മാനെ. നാം ചൊല്ലിയ സ്വലാത്തും ദിക്റും നീ സ്വീകരിക്കണം അല്ലാഹ്. ഇതിന്റെ മിസ്ല സവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കും ഇവിടുത്തെ ഭാര്യന്മാരുടെ ഹളറാത്തുകളിലേക്ക് ഇവിടുത്തെ മക്കളുടെ അവിടുത്തെ പേരമക്കളുടെ ഹളറാത്തുകളിലേക്ക് മാതാപിതാക്കളുടെ ഹളറാത്തുകളിലേക്ക് അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹളറാത്തുകളിലേക്ക് അവിടുത്തെ ഉപ്പാപ്പന്മാരുടെ ഉമ്മാമ്മമാരുടെ ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനായ ശൈഖ് റിഫാഈ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹളറാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എല്ലാം ദൂരത്താക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الراحم يا الملك الجبار يا راج سيدا يا الله. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, മിത്രാദികൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, മജ്ലിസിൽ നിരന്തരം കൂടുന്നവർ, അവർക്കെല്ലാം ഏറ്റു ചൊല്ലുന്നവർ, അല്ലാഹുവേ
എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലോ, നീ മാഫ് ചെയ്യണമല്ലോ, നീ മാഫ് ചെയ്യണം റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ ബറക്കത്ത് ചെയ്യണമല്ലോ, നീ ബറക്കത്ത് ചെയ്യണമല്ലോ. ആയുസ്സിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തങ്ങളുടെ റൗള ശരീഫ് ധാരാളം സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, ധാരാളം അവിടുത്തെ പൂമുഖം മനാമിലും യഖ്ളത്തിലും ദർശിക്കാനുള്ള മഹാഭാഗ്യം നൽകണം റഹ്മാനെ. ഭാഗ്യം നൽകണമല്ലോ, സലീമായ കൽബ് നൽകണം റഹ്മാനെ. വിജയിച്ച മനസ്സിന്റെ ഉടമകളാക്കണമല്ലോ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ നാവിന്റെ നീ പച്ചപ്പ് വരുത്തണമല്ലോ. നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണം റഹ്മാനെ. ഒറ്റക്കിരിക്കുമ്പോൾ നിന്നെ പേടിച്ച് ജീവിക്കുന്ന, തഖ്വയിലായി ജീവിക്കുന്ന, ഈമാനോടെ ജീവിക്കുന്നവരാക്കണമല്ലോ. അല്ലാഹുവേ, ശൈത്വാനിന്റെ ഫിത്നയിൽ ഞങ്ങളെ പെടുത്താതെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. നമ്മുടെ മനസ്സ് നന്നാക്കണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, ആരെയും വഞ്ചിക്കാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ നല്ലൊരു വ്യക്തി ജീവിതം നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ ഈമാനോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. മാരക രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാരക കിരിമുരിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ക്യാൻസറാണെന്ന് പറഞ്ഞ്, മറ്റു രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഒരുപാട് ആളുകളുണ്ട്. അല്ലാ, അവർക്കെല്ലാം നീ ആജിലായ താമായ ശിഫ നൽകണമല്ലോ. എന്നേക്കുമുള്ള ശിഫ നൽകണമല്ലോ. എന്നേക്കുമുള്ള ശിഫ നൽകണമല്ലോ. ആഫിയത്ത് തിരിച്ചു കൊടുക്കണം റഹ്മാനെ. ആരോഗ്യം തിരിച്ചു കൊടുക്കണമല്ലോ. നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം തന്ന് നിന്റെ ത്വാഅത്തിലായി നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മനസ്സ് നന്നാക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. പെട്ടെന്നുള്ളാകുന്ന മുസീബത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു അപകടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. രോഗങ്ങളെ തന്ന ഞങ്ങളെ നീ കിടപ്പിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ശരീരത്തിൽ വല്ല രോഗാണുക്കൾ മുളച്ചു വരുന്നുണ്ടെങ്കിൽ നാം അറിയാതെ തന്നെ മുളച്ചു വരുന്നുണ്ടെങ്കിൽ സ്വലാത്തിന്റെ ദിക്റിന്റെ മഹത്വം കൊണ്ട് നീ അതിനെ നീ കരിച്ചു കളയണമല്ലോ. ശരീരത്തിൽ തുടച്ചു മാറ്റണം റഹ്മാനെ. മരണം വരേക്കും ഇസ്സത്തോട്, അന്തസ്സോട്, ആഫിയത്തോട്, ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ, ഈമാനോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാൻ. ഞങ്ങൾക്ക് തഖ്വ നൽകണമല്ലോ. തഖ്വ നൽകണമല്ലോ. ഈമാൻ നൽകണമല്ലോ. ഈമാൻ നൽകണം റഹ്മാൻ. അല്ലാഹുവേ, മുത്തഖീങ്ങളാക്കണം റഹ്മാൻ. തഖ്വയോടെ ജീവിക്കുന്നവരാക്കണമല്ലോ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഈമാൻ സലാമത്തായി കിട്ടാൻ വേണ്ടി ദുആ വസിയ്യത്ത് ചെയ്തവരടക്കമുണ്ട്. മുത്തായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്.
നമുക്കും അവർക്കുമെല്ലാം ഒരുപാട് തവണ അവിടുത്തെ പൂമുഖം മനാമിലും യക്കുളത്തിലും ദർശിക്കാനുള്ള മഹാഭാഗ്യം നൽകണമല്ലോ. മഹാഭാഗ്യം നൽകണം റഹ്മാൻ. വീടില്ലാതെ വിഷമം പറഞ്ഞവർ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്കെല്ലാം നീ ഖൈറായ നല്ല ബറക്കത്തുള്ള വീട് നൽകണമല്ലോ. ഐശ്വര്യമുള്ള ജീവിതം നൽകണം റഹ്മാൻ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണമല്ലോ. ഞങ്ങളാരെയും നീ ദരിദ്രരാക്കല്ലയല്ലാ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് കൈനീട്ടുന്ന യാചനയുടെ അവസ്ഥ ഞങ്ങൾക്ക് നീ വിധിക്കല്ലയല്ലാ. ഇസ്സത്തോടെ നല്ല വീടും വാഹനവും എല്ലാം തന്നു ഇസ്സത്തോടെ ജീവിപ്പിച്ച് ഇസ്സത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാൻ. ചെയ്യുന്ന ആരാധനകളിലെല്ലാം ഇഖ്ലാസും ഭക്തി നൽകണമല്ലാ. നിസ്കാരങ്ങളിലെല്ലാം നിന്നിലേക്ക് മടങ്ങാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. ദുനിയാവിൻ്റെ ഒറ്റ ചിന്തയില്ലാതെ നിസ്കാരത്തിൽ ഇഖ്ലാസോടെ നിസ്കരിക്കാൻ, അതിൻ്റെ യഥാർത്ഥ മാധുര്യം നമുക്കത് രുചിച്ചറിയാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. നിന്റെ മഹാന്മാർക്ക് കൊടുത്തതുപോലത്തൊരു തൗഫീക്ക് പാവികളായ ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. കണ്ണു തുറന്നാൽ ഹറാമു കാണുന്നൊരു സാഹചര്യമാണ് ചുറ്റുവശമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തഖ്വ നൽകണമല്ലോ. ഹറാമു കാണുമ്പോൾ, ഹറാമു കേൾക്കുമ്പോൾ നമുക്ക് നിന്നെ പേടിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കാനും ഈമാന് നൽകണമല്ലോ. അത്തരത്തിലുള്ള ഈമാന് നിങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഏത് സമയത്ത് എവിടെ വെച്ച് ഏത് സമയത്ത് വെച്ച് മരിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ലാത്ത പാവങ്ങളാണ് റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് നിന്നെ പേടിച്ച് നിനക്ക് വേണ്ടി ബാത്തെടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പരിശുദ്ധ മദീനയിൽ വെച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണം റഹ്മാനെ. സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ മക്കളെ നൽകണമല്ല. തന്ന മക്കൾക്ക് നീ നല്ല ബുദ്ധിശക്തി നൽകണമല്ല, ഓർമ്മശക്തി നൽകണമല്ല. സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ, സ്വാലിഹത്തന്മാരാക്കണം റഹ്മാനെ. മുഖം തുറന്ന് ആളുകളെ ഫസാദാക്കുന്ന പെണ്ണുമക്കളെ തരല്ലയല്ലോ. തന്ന പെണ്ണുമക്കളെ നീ സ്വാലിഹത്തന്മാരാക്കണം റഹ്മാനെ. തഖ്വയോടെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. ഈമാനോടെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. ഹറാമുകൾ കാണുന്നവരാക്കല്ലയല്ലോ. ഞങ്ങളെ മക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പെണ്ണുമക്കളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഫിത്നയിൽ ആരെയും നീങ്ങളെ പെടുത്തല്ലയല്ലോ. ശൈത്താനിന്റെ കുടുക്കൽ നീ പെടുത്തല്ലയല്ലോ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി എത്രയോ യുവതിയുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ജീവിതം നൽകണം റഹ്മാനെ. ഖൈറായ ജീവിതം അവർക്കും നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. തഖ്വ നൽകണമല്ലോ, ഭക്തി നൽകണമല്ലോ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.